ഒരു സിനിമ, അതിൽ രണ്ടാളുകൾ കുറ്റം ചെയ്യുന്നു, എന്നിട്ടും കൂടുതൽ കുറ്റം ചെയ്തയാൾ ഹീറോ ആവുന്നു, മറ്റേയാൾ വില്ലനും. പറഞ്ഞു വരുന്നത് 2002 പുറത്തിറങ്ങിയ ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ മൂവിയെക്കുറിച്ചാണ്. ഈ സിനിമ നമ്മുടെ ഇടയിൽ ഒരുപാട് പോപ്പുലർ ആയതാണ്. എന്നാൽ ഈ സിനിമയ്ക്ക് ശരിക്കും അത് അർഹിക്കുന്ന ഒരു പോപ്പുലാരിറ്റി തന്നെയാണോ കിട്ടിയിരിക്കുന്നത്? ഇതൊരു ജസ്റ്റ് കോമഡി ഡ്രാമ മൂവിയാണെന്ന് പറയുന്നവരുണ്ടാവാം, പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഒരു കോമഡി ഡ്രാമയ്ക്കപ്പുറം ഇതിന് ഒരു മാനിപ്പുലേഷൻ പവർ ഉണ്ട്, സിനിമയുടെ ഒരു റിയൽ ബ്രില്യൻസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും കള്ളന് ഇത്ര പോപ്പുലാരിറ്റി ഉണ്ടോ? റോബിൻഹുഡിനെയും കായംകുളം കൊച്ചുണ്ണിയൊക്കെയാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, ഇവരൊക്കെ നാട്ടിലെ സാധാരണ ജനങ്ങൾ പട്ടിണിയായപ്പോൾ പട്ടിണി മാറ്റാൻ വേണ്ടി ഇറങ്ങിയവരാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഹീറോസ് ആയത്. ഇവരിൽ ആരെങ്കിലും മോഷ്ടിച്ച സാധനങ്ങൾ പാവങ്ങൾക്ക് വിലയ്ക്ക് വിറ്റു, അല്ലെങ്കിൽ ആരെങ്കിലും ഒളിഞ്ഞു നോക്കി തുണി പൊക്കി കാണിച്ചു, റേപ്പ് ജോക്ക് അടിച്ചു, ബോഡി ഷെയ്മിങ് നടത്തി, അല്ലെ തൻ്റെ സ്വത്ത് പ്രശ്നങ്ങൾ തീർക്കാൻ ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ചു, ഇങ്ങനെ വല്ലതും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. സോ ആ കമ്പാരിസൺ ഈസ് ആക്ച്വലി ഇറലവൻറ്റ്. എൻ്റെ ചോദ്യം ഇതാണ്, മാധവൻ ചെയ്യുന്നത് ക്രൈമാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നിട്ടും എന്തുകൊണ്ട് ഡയറക്ടർ ഉദ്ദേശിച്ച ആ ഒരു സ്നേഹം ചേക്കിലെ ജനങ്ങളും സിനിമ കാണുന്ന ഒട്ടുമിക്ക പ്രേക്ഷകരും മാധവന് കൊടുക്കുന്നു? നമ്മൾ സ്റ്റോറിയിലോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാധവന് നല്ല പിടിപാടുണ്ട്. അതായത് കേസ് കൊടുക്കാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഉത്തരം ഇവിടെ ഇതിന് വകുപ്പില്ല എന്നാണ്. അതായത് പോലീസ് പോക്കറ്റിലുണ്ട്. രണ്ടാമതായിട്ട് മാധവനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുന്നത് ഒരു കള്ളനായിട്ടല്ല, മറിച്ചൊരു സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ കച്ചവടം നടത്തുന്ന ആളായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ബ്രോക്കർ. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് മാനിപ്പുലേഷനാണ്. താൻ എന്തൊക്കെ ക്രൈം ചെയ്താലും അതെല്ലാം ഒന്നെങ്കിൽ ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയിൽ, അതല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സിൽ, അല്ലെങ്കിൽ ആരുടെയും കാലുവാരി, അതും അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ്, അതായത് ഞാനല്ല നീയാണ് കുറ്റക്കാരൻ എന്ന് വരുത്തി തീർത്ത് സേഫ് ആയിട്ട് നിൽക്കുന്ന പരിപാടി. എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഇതൊക്കെയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കമന്റ് ചെയ്ത് അറിയിക്കൂ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സിനിമയുടെ റിയൽ ബ്രില്യൻസ് അത് ഈ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് പ്രസന്റ് ചെയ്തതിലാണ് കിടക്കുന്നത്. അതായത് ഈ സിനിമയിൽ മാധവനെ പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്ന കുറച്ച് സീൻസുകളുണ്ട്. അതിലൊന്നാണ് 12ാമത്തെ വയസ്സിൽ മോഷണത്തിന് ഇറങ്ങേണ്ടി വന്ന കഥ. അപാര വോയിസ് മോഡുലേഷനൊക്കെയാണ് ഇതിന്. പക്ഷെ ഞാൻ പറയട്ടെ, 12ാമത്തെ വയസ്സിൽ മോഷണം തുടങ്ങിയാലും ഇപ്പം വലുതായില്ലേ, ഇപ്പം വേറെ വല്ല പണിക്കും പോയിക്കൂടെ, വല്ല കടയോ കൂലിപ്പണിയോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറായിട്ടെങ്കിലും. ആ നാട്ടില്, അതായത് ചേക്കില് ഒരുപാട് പേരുടെ ആധാരം ഭഗീരഥൻ പിള്ള കൈക്കലാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ മാധവനെ പോലെ കക്കാൻ ഇറങ്ങുന്നുണ്ടോ? ഇല്ല. കൂട്ടുകാരനായിട്ടുള്ള സുഗുണം പോലും കിട്ടുന്ന പണിയെല്ലാം എടുത്ത് ജീവിക്കുന്നത് കണ്ടില്ലേ? പോട്ടെ, ഒന്നും അല്ലെങ്കിൽ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ആളല്ലേ, വല്ല പഞ്ചായത്ത് പ്രസിഡന്റും ആവാലോ, അറ്റ്ലീസ്റ്റ് ഒരു വാർഡ് മെമ്പറെങ്കിലും. അതെ, സ്വന്തം പറമ്പിൽ കൃഷി ഇറക്കിക്കോളാം എന്ന് മാധവൻ പറഞ്ഞു എന്നുള്ളൊരു കമന്റ് ഇല്ലേ, അത് നിരോധിച്ചിരിക്കുന്നു. കാരണം ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ വിൽ ഡു ഇറ്റ് ആൻഡ് ഐ ആം ഡൂയിങ് ഇറ്റ്. ഈ പോപ്പുലാരിറ്റി എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ഫാമിലിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കാര്യം വിട്. അവരെ കൂടാതെ മാധവന് വേണ്ടി തല്ലാനും തല്ലു കൊള്ളാനും വരെ ആൾക്കാർ വിളിക്കാതെ വരും. ഇതൊന്നും പോരാതെ ആ ശത്രുപാളയത്തില് ഈ അമ്മ നിർവൃതി അടഞ്ഞു കിടക്കുന്നത് സ്വന്തം വീട്ടിൽ കള്ളം കയറിയത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല എന്ന് കണ്ടിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, മാധവന് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ടെന്നും നല്ല പോപ്പുലാരിറ്റി ഉണ്ടെന്നും. മൂവി ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഈ തോട്ട്സ് പോയില്ലെങ്കിൽ അത് മാധവൻ എന്ന മാനിപ്പുലേറ്ററിന്റെ മാനിപ്പുലേറ്റിംഗ് പെർഫോമൻസ് ആണ്, അതിൽ നമ്മൾ വീണു എന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ഒരു ജോലിക്ക് പോലും ശ്രമിക്കാതെ താൻ കള്ളനായി പോയതാന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ മാധവൻ ഇപ്പം 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, താൻ കള്ളനാണെന്ന് പറഞ്ഞ് അനിയത്തിയുടെ വിവാഹാലോചനകൾ തള്ളിപ്പോകുന്നത്. രണ്ടാമത്തത്, സ്വന്തം സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇത്രയും കരിയർ ഓപ്ഷൻസ് ഒക്കെ ഉള്ളയാള് സ്വന്തം സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ കണ്ട വഴിയാണ് രുക്മിണിയെ പ്രേമിച്ച് വശത്താക്കല്. എൻ്റെ അഭിപ്രായത്തിൽ ഇമോഷൻസിന് അതിൻ്റെതായ സ്പേസ് കൊടുക്കുക, അല്ലാതെ സ്വന്തം പ്രശ്നം തീർക്കാനാവരുത് പ്രേമം. അത് വളരെ ചീപ്പായി പോകും. എന്തായാലും ഏത് പെണ്ണും സഹി കെടുന്ന രീതിയിൽ പെരുമാറുന്നത് കാരണം രുക്മിണിയും അടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാധവനെ കൊടുക്കാൻ ഭഗീരഥൻ പിള്ള വേറൊരു പ്ലാനുമായി വരുന്നത്. അതായത് 25,000 രൂപ മാധവന്റെ വീടിന്റെ മുറ്റത്ത് കുഴിച്ചിടുന്നു, എന്നിട്ട് പോലീസ് കേസും കൊടുക്കുന്നു. ഈ ഒരു കള്ളക്കേസിൽ പോലീസ് ലോക്കപ്പിൽ കിടന്ന മാധവൻ പിന്നെ പുറത്തു വന്നപ്പോഴേക്കും ആ നാട്ടുകാരുടെയും ഭാവി അളിയന്റെയും അയാളുടെ വീട്ടുകാരുടെയും ഒക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും അറിയാത്ത പാവം മാധവനായി.
ഇവിടെ നാട്ടുകാരുടെ മുന്നിലുള്ള തന്റെ ഇമേജും അനിയത്തിയുടെ കല്യാണവും സേഫായി. ഒരു വെടിക്ക് 2 പക്ഷി. സത്യത്തിൽ ഇതും മാധവന്റെ മാനിപ്പുലേഷൻ പവർ അല്ലേ? ഒന്നാമത്തെ കാര്യം, പണം കുഴിച്ചിട്ട സ്ഥലത്ത് എങ്ങനെ ചക്കക്കുരു വന്നു? അയാൾ തന്നെയാണ് ആ ചക്കക്കുരു കുഴിച്ചിട്ടതെന്ന് സമ്മതിക്കുന്നുമുണ്ട്. അപ്പം പണം അവിടെ ഉള്ളത് എന്തായാലും മാധവൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിറ്റേന്ന്, അതായത് അനിയത്തിയുടെ കല്യാണ നിശ്ചയത്തിന്റെ ദിവസം പോലീസ് തന്നെ തേടി വരുമെന്നും അയാൾക്കറിയാം. ഒരു കാര്യം, നമ്മളെ ആരെങ്കിലും ട്രാപ്പ് ചെയ്യുകയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആരോടേലും പറയും, വീട്ടുകാരോടോ കൂട്ടുകാരോടോ, അങ്ങനെ ആരെങ്കിലും. ഇവിടെ പോലീസും വക്കീലും വരെ മാധവന് കൂട്ടുകാരായിട്ടുണ്ട്. വേണമെങ്കിൽ അന്ന് രാത്രി തന്നെ ഈ പണം ഇങ്ങനെ കിട്ടിയതാണ് എന്ന് പറഞ്ഞ് അച്യുത നമ്പൂതിരിയെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ സ്വന്തം വക്കീലിനെ ഏൽപ്പിക്കാം. അങ്ങനെ എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. സോ ഹീ ഈസ് നോട്ട് ഇന്നസെന്റ്. എന്തായാലും ആ പണത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് മാധവൻ പറയുന്നത് കള്ളമാണ്. ഇത്രയും ദയനീയമായി നോക്കുന്ന ഒരാളെ എങ്ങനെ മാനിപ്പുലേറ്റർ എന്നൊക്കെ എനിക്ക് വിളിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മുഖം ചിലപ്പോൾ ഇന്നസെന്റ് ആയിരിക്കാം, ആള് ചിലപ്പോൾ റാങ്ക് ഹോൾഡറും ആവാം. പക്ഷെ മാനിപ്പുലേഷൻ ഈസ് മാനിപ്പുലേഷൻ. ഇനിയാണ് ചെസ് നമ്പർ 2ന്റെ എൻട്രി, ശാന്തമ്മ. അധികം ആരും ശ്രദ്ധിക്കാതെ പോയ രുക്മിണിയുടെ അമ്മ. മാധവൻ തന്റെ കാര്യങ്ങൾ നടക്കാൻ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ അമ്മ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഓൾറെഡി മാധവന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിൽ കൺഫ്യൂഷൻ കയറി കയ്യാൽ പുറത്തായ രുക്മിണിയെ അപ്പുറത്തേക്ക് തള്ളിവിട്ടത് ഈ അമ്മയാണ്. ഈ മുറ്റത്ത് കളിച്ചു നടന്നതാ, ഐ നോ ഹിം വെൽ. അച്യുത നമ്പൂതിരിയുടെ ആധാരം മോഷ്ടിക്കുന്ന കൂട്ടത്തിൽ അവൻ സ്വന്തം ആധാരം എടുത്തോണ്ട് പോയില്ലല്ലോ, ഹി ഈസ് ബേസിക്കലി ഗുഡ്, നിന്റെ അച്ഛനാണ് അവനെ കള്ളനാക്കിയത് എന്നൊക്കെയാണ് ഡയലോഗ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, ചെറുപ്പത്തിൽ മുറ്റത്ത് കളിച്ചു നടന്ന സ്വഭാവം അല്ല വലുതായപ്പം മാധവൻ രുക്മിണിയോട് കാണിക്കുന്നത്. പിന്നെ കള്ളനാക്കിയത് ഒരു കാര്യം, കള്ളനായി അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ട് ജീവിക്കുന്നത് വേറെ കാര്യം. പിന്നെ എന്താ, ആധാരം എടുക്കാത്തത് രുക്മിണിക്ക് അറിയില്ലായിരിക്കാം. ഞാൻ ഓപ്ഷൻസ് പറയാം. മാധവന് ഇപ്പോൾ ഉള്ള ഒരു ഇമേജ് അത് വളരെ ഇഷ്ടമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് വേണം. അല്ലാതെ അച്യുത നമ്പൂതിരിയുടെ പ്ലാൻ, അതായത് ആധാരം ബാങ്കിൽ കൊടുത്ത് ലോൺ എടുത്ത് ഭഗീരഥൻ പിള്ളയ്ക്ക് തിരിച്ചു കൊടുക്കാം എന്നുള്ളത്, അത് മാധവന്റെ കേസിൽ നടക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ആധാരം കയ്യിൽ കിട്ടിയാൽ അതിൽ നിന്ന് ചേട്ടനും അനിയത്തിക്കും ഒക്കെ വീതിച്ചു കൊടുക്കണം. പോസ്റ്റ് ഓഫീസിൽ ജോലിയുള്ള ചേട്ടന് ചിലപ്പോൾ കൂടുതൽ കൺട്രോൾ വരും. പിന്നീട് ശിഷ്ടകാലം മാധവൻ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. ഇതാവുമ്പോൾ വളരെ സേഫാണ്. എല്ലാ മാസവും ഭഗീരഥൻ പിള്ളയുടെ തന്നെ എന്തെങ്കിലും മോഷ്ടിച്ചോ പിടിച്ചു പറിച്ചോ അങ്ങേർക്ക് തന്നെ പലിശയാണെന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എപ്പടി? അല്ലാതെ മാധവൻ അതിനുള്ള ബുദ്ധിയില്ലായിരുന്നോ, അല്ലെങ്കിൽ മാധവൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കള്ളനായതുകൊണ്ട് സ്വന്തം ആധാരം എടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് വിശ്വസിക്കാൻ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ യു ആർ വെൽക്കം. എന്തൊക്കെ പറഞ്ഞാലും രുക്മിണി ശാന്തമ്മയുടെ ഗ്യാസ് ലൈറ്റിംഗിൽ വീണു. ഇനിയാണ് ആ ഒരു സിനിമയുടെ പവർ വരുന്നത്. രുക്മിണി വീണതോടെ നായകന്റെ ഡാർക്ക് ഷെയ്ഡ് ഇനി ആരും ഓർക്കില്ല. മാധവന്റെ ക്രൈംസ് പ്രേക്ഷകർ മറക്കും. എല്ലാവരുടെയും മനസ്സിൽ മാധവൻ നല്ലവനാകും. ഇനിയും ഡെറ്റോളിന്റെ പരസ്യത്തിലെ ആ 0.01% കീടങ്ങൾ തിരിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊരു പാട്ടും. അതിന്റെ മെലഡിയിൽ ആരും ഒന്നും നോക്കില്ല. ഇനി മാധവനുമായി പ്രേക്ഷകർക്ക് അടുത്ത ഇമോഷണൽ കണക്ഷൻ വരുന്നത് അറസ്റ്റ് ഒഴിവാക്കാനുള്ള 1 ലക്ഷം രൂപ തേടിയുള്ള നെട്ടോട്ടം കണ്ടിട്ടാണ്. കോടതി പിള്ളയച്ചന്റെ പരാതി സ്വീകരിച്ചെന്നും അതേ തുടർന്ന് അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ കോടതിയിൽ 1 ലക്ഷം രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ അതിന് തുല്യമായ ആൾ ജാമ്യം വേണമെന്നും വക്കീല് പറയുന്നു. മാധവനോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, യു ഡോണ്ട് ലിസൺ ടു യു. ഈ ജാമ്യം എന്ന് പറയുന്ന ഒന്നും ഇയാൾ കേൾക്കുന്നില്ലേ? 1 ലക്ഷം പോലും ഒന്ന് പോടും. ആ പഞ്ചായത്ത് മുഴുവൻ മാധവന്റെ കൂട്ടത്തിലുണ്ട്. അപ്പോഴാണ് ഒരു ഉണക്ക 1 ലക്ഷത്തിന്റെ കണക്ക്. ആരോട് പറയാൻ? വക്കീലിന്റെ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങേര് ആ വഴിക്ക് സ്കൂട്ടായി. 1 ലക്ഷം കഷ്ടപ്പെട്ട് അന്വേഷിച്ച് നടക്കുന്നു. അവസാനം അനിയത്തിയുടെ വരൻ ആരും അറിയണ്ടെന്ന് പറഞ്ഞ് ആ പണം കൊടുക്കുന്നു. ബെസ്റ്റ് മാധവ, കൺഗ്രാസ് മാൻ. ഇതിനിടയ്ക്കാണ് നാട്ടുകാരൻ കൂട്ടി ഭഗീരഥൻ പിള്ളയുടെ അടുത്ത് ഒത്തുതീർപ്പിന് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ഡയലോഗ്? ലോകത്തൊന്നിനേയും വേണ്ടി നിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന്. എന്നിട്ടോ രുക്മിണി അതിൽ ഫ്ലാറ്റ്. എനിക്ക് വയ്യ. നിങ്ങളോ? ഓഫ് കോഴ്സ് നോ. മാധവന് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. വീടും സ്ഥലവും എല്ലാം ഭഗീരഥൻ പിള്ള എപ്പോൾ ആവശ്യപ്പെട്ടാലും കൊടുക്കാന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. സോ കേസ് കോടതി സ്വീകരിച്ച സ്ഥിതിക്ക് ഭഗീരഥൻ പിള്ളയ്ക്ക് അത് എപ്പം വേണമെങ്കിലും തിരിച്ചു പിടിക്കാം. പിന്നെ രുക്മിണിയെ കൂടെ കൂട്ടിയ ഒരിക്കലും ഭഗീരഥൻ പിള്ള ഈ ഒരു കേസുമായിട്ട് വരില്ല. അത് മാധവനും നല്ലോണം അറിയാം. ഒരു വെടിക്ക് വീണ്ടും 2 പക്ഷി. ഇനിയാണ് ക്ലൈമാക്സ്. വില്ലന്മാരൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കണം. അതിനെല്ലാവരും ഒത്തുകൂടി പ്ലാനുകളൊക്കെ നായകന് പറഞ്ഞു കൊടുക്കണം. ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് എല്ലാവരും സമയത്ത് എത്തണം.
അതിനിടയ്ക്ക് 2 തുള്ളി വിശ്വാസവും കൂടെ ചേർത്ത വെടിയായി പോകുകയായി എല്ലാ ശുഭം. ഇതിൽ ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ചേക്കിലെ നാട്ടുകാർക്കിടയിൽ മാധവൻ എങ്ങനെയാണോ പോപ്പുലർ ആയത് അതുപോലെ തന്നെയാണ് ഈ സിനിമ നമ്മുടെ ഇടയിൽ പോപ്പുലർ ആയത്. ഇതാണ് കാര്യം. ഗ്യാസ് ലൈറ്റിംഗ് അതിൻ്റെ വൃത്തിക്ക് ചെയ്തു. നിങ്ങൾ ഓരോ സീനും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാധവന്റെ ക്യാരക്ടറിലെ ബ്ലാക്ക് ഷെയ്ഡുകളൊക്കെ ഈ മൂവി അപ്പോൾ പുട്ടിയിട്ട് മൂടുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ മൂവിയിൽ അച്യുതൻ നമ്പൂതിരിയുടെ കണ്ണ് നിറയുന്നത് പ്രേക്ഷകന്റെ ഉള്ളിൽ തട്ടുന്ന ഒരു സീനാണ്, വിച്ച് വാസ് പെർഫെക്റ്റ്ലി പ്ലേസ്ഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാധവന്റെ മാനിപ്പുലേഷൻ അത് അത്രയൊന്നും മേ ബി ആലോചിക്കില്ല. ഇങ്ങനെ വല്ല നാർസിസ്റ്റുകളുടെയോ മാനിപ്പുലേറ്റേഴ്സിൻ്റെയോ ഒക്കെ കയ്യിൽപ്പെട്ട എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 2 വഴി തിരഞ്ഞെടുക്കാം. ഒന്ന്, വിക്ടിമായി സുഗുണനെയും അച്യുതൻ നമ്പൂതിരിനെയും പോലെയൊക്കെ ജീവിക്കാം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണീനെ പോലെ നമുക്ക് അവിടുന്ന് സ്ഥലം വിടാം. ഇപ്പോൾ ഇത് പറയാൻ കാരണം, നമുക്ക് ചുറ്റും ഒരുപാട് അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ എങ്കിലും നമ്മൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, ഇവനെന്താ അല്ലെങ്കിൽ ഇവക്കെന്താ ഇതൊന്നും മനസ്സിലാക്കിക്കൂടെയെന്ന്. നാർസിസ്റ്റുകളുടെയും ഗ്യാസ് ലൈറ്റേഴ്സിൻ്റെയും, അതായത് ഈ കേസിൽ മാധവൻ്റെയും ശാന്തമ്മയുടെയും ഒക്കെ ഗ്രിപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാളും കഷ്ടപ്പാടാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. സ്നേഹിക്കണ്ടെന്നല്ല, സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ.